മസാലയിൽ അടുത്തതായി ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാവർക്കും നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം സതീഷ് ചന്ദ്രൻ. സതീഷ് എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ വീട് കാരക്കാടാണ്, ചെങ്ങന്നൂർ കാരക്കാടാണ്, അവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്ത് പെർഫോമൻസ് ആണ് ചെയ്യുന്നത്? ഇന്ന് ആദ്യം ചെയ്യുന്ന ഒരു സ്പോട്ട് ഡബ്ബാണ്. സാധാരണ സിനിമയുടെ വിഷലാണ്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഗായകന്റെ സ്പോട്ട് ഡബ്ബാണ്. ഒരു ഗായകന്റെ, നമ്മുടെ അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു ഗായകനാണ്, അതോടൊപ്പം തന്നെ ഒരു സിനിമാ താരമാണ്, നായകനാണ്, ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന ആളാണ്. അതെ, എല്ലാവർക്കും പ്രിയങ്കരനായ സിദ്ധാർത്ഥ് മേനോൻ. അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം ലഭിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ തൈക്കുടം ബ്രിഡ്ജിലെ മന്ദാര ചെപ്പുണ്ടെന്ന ഗാനം എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഗാനം, ഹിറ്റ് ആയിട്ടുള്ള ഗാനം. മന്ദാരച്ചിപ്പുണ്ടു മാണിക്കല്ലുണ്ടു കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിത തൂവലുണ്ടോ ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മൗനം പാടുന്നു. ഇനിയും 2-3 താരങ്ങളെ കൂടെ അനുകരിക്കാം. ആദ്യമായി നമ്മുടെ എല്ലാം യൂത്ത് ഐക്കണായ ദുൽഖർ സൽമാൻ, DQ. അദ്ദേഹത്തിന്റെ കമ്മട്ടിപ്പാടം ചിത്രത്തിലെ ക്ലൈമാക്സ് സീന് അദ്ദേഹം ഈ ചിത്രത്തിൽ കുറച്ച് ബേസ് ഉള്ള വോയിസ് ആയിട്ടാണ് ഡബ് ചെയ്തത്, കാരണം കുറച്ച് പ്രായമുള്ള ആളായിട്ടാണ്. അപ്പൊ കമ്മട്ടിപ്പാടത്തിന്റെ ക്ലൈമാക്സ് സീൻ DQ ഉണ്ട്. അതല്ല, ഞങ്ങൾ തെരുവോട്ടികൾ തോടമളില്ല, പക്ഷെ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റ കെട്ടടാ. പിന്നെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നേ കമ്മട്ടിപ്പാടത്തിന്റെ ചതുപ്പില. അത് കെട്ടിപ്പിക്കുന്ന സിമെന്റ് കല്ലോടൊന്നുമല്ല, നല്ല കട്ട പിടിച്ച ചോര ഉണ്ട്. എങ്ങനെയൊക്കെ ചോരക്ക് ചോര വിളി കേൾക്കാടാ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് കമ്മട്ടിപ്പാടത്തിൽ തന്നെ മറ്റൊരു നായകൻ തന്നെ പറയാം, സ്റ്റേറ്റ് അവാർഡ് വിന്നർ വിനായകൻ. കാരണം അദ്ദേഹത്തിനോട് ഉള്ള ഭയങ്കര സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വോയിസ് എടുക്കുന്നത്. അദ്ദേഹം ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിനായകൻ കമ്മട്ടിപ്പാടത്തിലെ ഇതുപോലെ തന്നെ ക്ലൈമാക്സ് സീൻ, അടുത്തടുത്ത സീനുകളാണ്. ക്ലൈമാക്സ് സീനിൽ അദ്ദേഹം ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ക്ലൈമാക്സ് സീൻ ഒരു ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. അമ്മാരനെ ഉറക്കും. ഞാൻ അവിടെ നിന്ന് പരാക്രമം മഞ്ഞാണ് ഇവിടെ എത്തിയത്. ആശാന്റെ കൂടെ ഉണ്ടെങ്കിലല്ല, നീ ഒരു പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്. ഞാനെങ്കും പോണില്ല ആശാനെ, ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചാണ്. ഇവിടെ ഇപ്പൊ ആര് കയറി വരുന്നുണ്ട്. അടുത്തായിട്ട് ഒരു തമിഴിലൊരു താരമാണ്, നമ്മുടെ എല്ലാം പ്രിയങ്കര ജയൻ രവി. അദ്ദേഹത്തിന്റെ ഭോഗൻ എന്ന ചിത്രത്തിലെ ഒരു തമിഴ് ഡയലോഗാണ് ജയൻ രവി. എന്നെ ലവ് பண்ணதா உங்க அப்பா கிட்ட போய் சொன்ன கூட எனக்கு உண்மையா தோணுச்சு. இதுக்காக காம்ப்ரமைஸ் ஆக தேவையில்லை, என்னமோ தெரியல, எனக்கு உங்களை ரொம்ப இஷ்டம். I love you ആൻഡ്രിയ. ഓക്കെ, അവസാനമായിട്ട് മറ്റൊരു താരം, നമ്മുടെ ആട് ഭീകരജീവൽ എന്ന ചിത്രത്തിലൂടെ നമ്മളെ വൈറൽ, അദ്ദേഹം ഭയങ്കര വൈറലാണ് പണ്ട് തൊട്ടേ, എന്നാലും ആടിലെ ഭയങ്കര ഒരു വൈറൽ സീനാണ് നമ്മുടെ എല്ലാം സാത്താൻ സേവിയർ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സണ്ണി വീൻ. അദ്ദേഹത്തിന്റെ ആ ഇൻട്രോ സീൻ എന്ന് അനുകരിക്കുകയാണ് ആട് ഭീകരജീവല്ല. ഇതോടൊപ്പം നീ ഗജരാജമുത്ത് കളിങ് ഹൈ റേഞ്ചിലാണെങ്കിലും അങ്ങ് പാരീസിൽ നിന്ന് ചോദിച്ചറിയ സാത്താനെ
അവന്റെ അമ്മയുടെ ഗജരാജമുത്ത് ഇപ്പൊ പോകണേ സാത്താന്റെ ഹൈ റേഞ്ചിൽ നിന്ന് ലെവൻ കത്തിക്കും. താങ്ക് യു സോ മച്ച്. സതീഷ് ഉഗ്രൻ, ഒരു Thank you, thank രക്ഷയില്ല. ഇനി എന്താണെങ്കിലും നമ്മുടെ ബിനു ചേട്ടനോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സതീഷ്? സതീഷേ, എന്തോ നീ ഇത്രയ്ക്ക് ഭയങ്കരനായവരെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഒരുപാട് നാൾ നമ്മൾ ഒരുമിച്ച് എല്ലാവരും അല്ലേ, ഒരുപാട് നാളാണ് എൻ്റെ കൂടെ ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എന്തൊരു ചെയ്യുന്നതാണ് കണ്ടില്ല. ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ച കാര്യം സ്റ്റാറിലൂടെ പറഞ്ഞു ആൻഡ്രിയോട്, അത് പോട്ടെ. പിന്നെ രണ്ട്, പാവം, ആ. കമ്മട്ടിപ്പാടത്തിലെ വിനായകൻ്റെ ശബ്ദം, അതുപോലെ ദുൽഖറിൻ്റെ ശബ്ദം എല്ലാം ഭയങ്കര നാച്ചുറൽ. ഈ മലയാളം ഗായകരെ പാട്ട് പാടാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരങ്ങ് ആസ്വദിച്ച് കണ്ണൊക്കെ അടച്ച് ആ ഓരോ ശ്രുതി പോകാതെ പക്കാ താളത്തിലാണ് പറയണത്. എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു മലയാളം ഗായകൻ ഒന്നും വിടാതെ പറയുന്ന പോലെയാണ് ഇദ്ദേഹം സ്റ്റാറുകൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ സ്റ്റാറിൻ്റെ 100% മാനറിസം ഞങ്ങളിലേക്ക് പകർന്നു വന്നു. നന്നായിരുന്നു. പിന്നെ വിനായകൻ ചേട്ടനെ കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ ഇവരെ കണ്ടിട്ടില്ല. എൻ്റെ സുഹൃത്താണ്, ഞാൻ കാണിച്ചു തന്നിരിക്കും. താങ്ക് യു സോ മച്ച്. ഉല്ലാസേടാ, ആൻഡ്രിയ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എന്ത് പറയാൻ, എനിക്ക് നാണം വരുന്നു. എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. എന്താ പ്രതീക്ഷിച്ചിരുന്നോ? ഇത് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടെന്ന് ഇവന്റെ വായിൽ നിന്ന്. അതെനിക്ക് പറയണം. ഞാൻ തന്നെ പറയാം. കാരണം ഉല്ലാസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത നാട്ടുകാരാണ്. എങ്കിൽ കൂടെ തന്നെ അങ്ങനെ ഒരുപാട് പരിചയമൊന്നുമില്ല. ഞാൻ അല്ല, ഇപ്പോഴത്തെ അല്ല, പഴയ കാര്യം പറയാം. പഴയ പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന ഉല്ലാസനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉല്ലാസനം വലിയൊരു ഭാഗ്യം എനിക്ക് തന്നു. അദ്ദേഹത്തിൻ്റെ മെഗാ ഷോയിൽ എന്നെ ഒരു ഭാഗമാക്കി. കുറേ നാൾ അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ഷോകളിൽ പോയി പെർഫോം ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിന് ആദ്യം വലിയൊരു താങ്ക്സ് പറയുകയാണ്. സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അടുത്ത ഞങ്ങളൊരു പുതിയൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. കുമ്പസാരക്കൂട്ടിലെ രഹസ്യം എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഉടൻ തന്നെ റിലീസ് ആവും. കുമ്പസാരക്കൂട്ടിലെ രഹസ്യം. ഇത് നമ്മുടെ RJ ഇല്ല, നമ്മുടെ സുഹൃത്തുക്കളെ തന്നെ ചെയ്ത്. അപ്പോൾ നമ്മൾ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം, ഒരു അഭിനയിച്ച ഒരു സംഭവം വെളിയിലോട്ട് വരുക. അപ്പോൾ ചെറിയ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ചാനലിൽ കൂടെയും എല്ലാവരും പറയുകയാണ്, എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളുടെ ഷോർട്ട് ഫിലിം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും സതീഷിന്റെ ഇത്രയൊരു തകർപ്പൻ കലക്കൻ പെർഫോമൻസിന് നമ്മൾ എന്താണെങ്കിലും സമ്മാനം കൊടുത്തേ പറ്റുള്ളൂ അല്ലേ? എന്താണെങ്കിലും സമ്മാനം കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കോയിൻസ് ഷോർട്സ് ആൻഡ് ട്രൗസേഴ്സിന്റെ ഒരു അടിപൊളി സമ്മാനമാണ് സതീഷിന് ഇവിടെ നൽകുന്നത്. സോ യെസ്.